ഇസ്ലാമോഫോബിയാണ് നമ്മുടെ രവിചന്ദ്രൻ്റെ ഉപജീവനമാർഗം. രവി സ്വാഭാവികമായി അതിൽ നിന്നൊരു ഉപജീവനമാർഗം തേടുമ്പോൾ അതിനെക്കുറിച്ച് അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാലാണ് താങ്കൾ പറയുന്ന ഊളത്തരങ്ങൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് താങ്കൾക്ക് തന്നെ ബോധ്യപ്പെടുക. അത് കേൾക്കാൻ വരുന്ന ഊളകൾക്കായി നിങ്ങളങ്ങനെ ഊളത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം നിങ്ങളങ്ങനെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആ ഊളകൾ വന്നിത് കേൾക്കാനായി ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ടങ്ങനെ പറഞ്ഞു കൊടുക്കണം. എങ്കിൽ പോലും എത്രത്തോളമാണ് താൻ പറയുന്ന ഊളത്തരം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയണമെന്ന് വെച്ചു. അത് ഈ പറയുന്ന രവിചന്ദ്രനോട് മാത്രമല്ല, കേൾക്കുന്ന ഊളകൾക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയാണ്. അദ്ദേഹം പറഞ്ഞ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിലെ ഒരു ഭാഗം. രവി, അത് സാധനമല്ല രവി. 5 നേരത്തെ നമസ്കാരമുണ്ട് മുസ്ലിങ്ങൾക്ക്. സുബഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇഷ. അങ്ങനെ 5 നേരത്തെ നിർബന്ധമായ നമസ്കാരമുണ്ട്. ആ നിർബന്ധമായ നമസ്കാരങ്ങളിൽ ഒന്നാണ് മഗ്രിബ് എന്ന് പറയുന്നത്. അത് സാധനമല്ല. സാധനം എങ്ങനെ നിനക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ അത് പറഞ്ഞു തരുന്നത്? സാധനം എന്ന് പറയുന്നത് വേറെയാണ്. അത് നമ്മുടെ മീശമാധവനിൽ, അങ്ങനെ പറയാം, കുഴപ്പമില്ല, പൊളിറ്റിക്കലി കറക്റ്റ് ആവും. അതായത് മീശമാധവനിൽ കണി കാണിച്ചില്ലേ, ആ കണി കാണിച്ചതുപോലുള്ള കാര്യങ്ങൾ വീട്ടിലോ ഏറ്റവും അടുപ്പക്കാരോടോ പറഞ്ഞാൽ അവർ ഒരു കണിയായി ഏതെങ്കിലും നേരത്ത് കാട്ടിത്തരും. അതാണ് സാധനം. ഇത് പ്രാർത്ഥനയാണ്. 5 നേരത്തെ നമസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രവി എന്തായാലും ഊളത്തരം പറയുമ്പോൾ ഇതെന്താണ് എന്നൊന്ന് പഠിക്കാനെങ്കിലുമുള്ള ഒരു സൗമനസ്യം കാട്ടേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ ഞാനീ പറഞ്ഞതുപോലെ ഈ പറയുന്ന കേൾക്കുന്ന ഊളത്തരങ്ങൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ച് പോകും. അതുകൊണ്ട് അതിനെ അങ്ങനെ മനസ്സിലാക്കിയിരിക്കണം. അതൊരു കാര്യം. പിന്നത്തതാണ് ഗംഭീരം. അതിന്റെ സമയം ഇങ്ങനെ മുറിക്കാനായിട്ട് ഓടി പോകുമ്പോൾ കൂട്ടിയിടിക്കാറുണ്ട്. രവി ഓടിപ്പോകുമ്പോൾ കൂട്ടിയിടിക്കാറുണ്ട്. ആ കൂട്ടിയിടിക്കുന്നത് വണ്ടിയൊന്നുമല്ല. നീ ആ വീഡിയോയിൽ കള്ളം പറയുകയാണ്. ദുബൈയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ വണ്ടി കൂട്ടിയിടിക്കുമെന്ന്. ഓടുമ്പോൾ കൂട്ടിയിടിക്കും. അതും പരിമിതിയുണ്ട് ഇതിലൂടെ പറഞ്ഞു തരാനായിട്ട്. അതവിടെ ഇരിക്കട്ടെ. രവി വിചാരിക്കുന്നത് പോലെ നിർബന്ധിതമായി ആരെയെങ്കിലും പേടിച്ച് വെപ്രാളം പിടിച്ച് എന്തോ നേടാൻ വേണ്ടിയല്ല രവിയെ ഈ നാട്ടിൽ, ഈ ലോകത്ത് ഒരുപാട് വിശ്വാസികൾ നോമ്പെടുക്കുന്നത്. അവരുടെ മേൽ ആരും നേരം വിളക്കുമ്പോൾ ഒരു വടിയും അല്ലെങ്കിൽ ഒരായുധവും കൊണ്ടുവന്ന് നിന്ന് നീ പിടിക്കടാ എന്ന് പറഞ്ഞ് വെടിവെച്ചില്ല. നമ്മളിപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നത് പോലെ പള്ളിയിൽ പോയിട്ട് വരുന്നവനെ പിടിച്ചു നിർത്തി ജയ് ശ്രീരാം വിളിപ്പിക്കുന്നത് പോലെ ഒന്നും വിളിക്കണമെന്ന് ഇതിലാരും പറഞ്ഞിട്ടില്ല. അവനവൻ്റെ ഇഷ്ടത്തിന് പിടിച്ചാൽ മതിയാകുന്നതാണ് എന്ന് മാത്രമല്ല, രവിക്കറിയാവോ, ഇതിന് ഈ രഹസ്യവും പരസ്യവുമായ കാര്യമാണല്ലോ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് വെള്ളം കുടിക്കണമെങ്കിൽ എനിക്ക് കാണാതെ എവിടെങ്കിലും പോയി നിന്ന് കുടിക്കാം, ആരും അറിയില്ല. പക്ഷേ അത് ഞാൻ കുടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് എൻ്റെ ബാധ്യതയും എൻ്റെ ഇഷ്ടവും എൻ്റെ ലഹരിയുമാണ്. അത് രവിക്ക് മനസ്സിലാവില്ല. രവിക്ക് ഈ പറയുന്ന എന്താ പറയുന്നത്, NSSൻ്റെ മാനേജ്മെൻറ്റിൽ ഭാര്യയ്ക്ക് ജോലി വാങ്ങിക്കാം, എന്നിട്ട് ധാരാളം മതവിരോധം നടന്നു പറയുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ അനുയായികളെയൊക്കെ മുഴുവൻ നിരീശ്വരവാദികളാണെന്ന് പറഞ്ഞുവിടാം. എന്നിട്ട് കുറേ പേരെ കുംഭമേളയ്ക്കും കുറേ പേരെ ഇസ്രയേലിലും വിട്ട് അർമാദിപ്പിച്ച് അതിൻ്റെ വരുമാനവും നേടാം. കൂടെ ജോലി ചെയ്യുന്ന കാശും കിട്ടും. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അങ്ങനെ നിർബന്ധാവസ്ഥയൊന്നുമില്ല. നിനക്കറിയോ, ഒരു വിശ്വാസിയുടെ റമദാൻ മാസത്തെ ജീവിതക്രമം എങ്ങനെയാണെന്ന് അറിയുമ്പോഴാണ് ഈ സാധാരണ മനുഷ്യർക്ക് അതിനോട് ഒരാദരവ് തോന്നിപ്പോകുന്നത്. നേരം വെളുത്ത് ഈ വെളുപ്പാങ്കാലത്തെ 4 മണിക്ക് എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് അല്പമാത്രം ഭക്ഷണം കഴിച്ച് പിന്നെ രാവിലത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളുണ്ട്. നിനക്കതൊക്കെ കാണുമ്പോൾ ഇല്ലേ, നോമ്പ് മുറിക്കുന്ന നേരത്ത് ഓടുമ്പോൾ കൂട്ടിയടിക്കുന്നതേ ഓർമ്മ വരുവുള്ളൂ. ആ കുട്ടികളോട് നോമ്പ് അടുക്കണ്ട എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും അവർക്ക് വിഷമമാണ്, സങ്കടമാണ്. കാരണം എന്താണെന്നറിയോ, അവർ 7 വയസ്സോ 8 വയസ്സോ ഉള്ള പ്രായം മുതൽ ഒരെണ്ണം വിടാതെ പിടിച്ചു വരുന്ന ആൺകുട്ടികളാണ്. പറഞ്ഞു മനസ്സിലായില്ല അല്ലേ? പെൺകുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അകാരണമായി ഒരു നോമ്പ് വിടാൻ അവർക്ക് തയ്യാറല്ല. അത് ആ വിശ്വാസത്തിൻ്റെ ദൃഢതയാണ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പള്ളിയിൽ പോകുന്നു, അപ്പോൾ 4 മണിക്ക് പള്ളിയിൽ പോകുന്നു, പിന്നെ 6 മണിക്ക് നോമ്പ് തുറക്കുന്ന നേരത്ത് എന്തൊരു ഊളത്തരമാണ് രവി നീ പറയുന്നത്. രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരാളിന്
അവസാനത്തെ 5 മിനിറ്റ് ഓടി കൂട്ടിയിടിച്ച് വണ്ടിയെല്ലാം കൂടെ തകർന്നെന്നൊക്കെ വെറുതെ കേൾക്കുന്ന കുറച്ച് ഊളകളോട് പറഞ്ഞ് നിൻ്റെ അർശസ്സിനൊരു ആശ്വാസം കിട്ടുമെന്നല്ലാതെ അതിലെന്തെങ്കിലും സത്യമുണ്ടോ രവി? എവിടെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ? നോമ്പ് മുറിക്കാൻ പോയി വണ്ടി കൂട്ടിയിടിച്ച് എന്നൊക്കെ പറഞ്ഞ്. മദ്യപിക്കാൻ പോയി മദ്യപിച്ചവർ വാഹനം ഓടിച്ച് കൂട്ടിയിടിച്ചെന്ന് കേട്ടിട്ടുണ്ട്. തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചെന്ന് കേട്ടിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. വളരെ ശാന്തമായി, അതും രവി അറിയണം, ഈ പറയുന്നിടത്ത് ചെന്ന് 2 ഈത്തപ്പഴവും അല്പം വെള്ളമൊക്കെ കുടിച്ചിട്ടേ പിന്നെ മണിക്കൂറുകളോളം പ്രാർത്ഥന കഴിഞ്ഞ്, ചിലരാണെങ്കിൽ അതും കഴിഞ്ഞ് രാത്രി 10-11 മണിയാകുമ്പോഴാണ് അല്പം ആഹാരം കഴിക്കുന്നത്. അതാണൊരു പൊതുസമൂഹത്തിൻ്റെ നോമ്പെന്ന് പറയുന്നത്. അതൊന്നും ഈ ഊളത്തരം പറയുന്ന രവിക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. പിന്നെ നീ വിചാരിക്കുന്ന പോലെ ഇത് മുറിക്കാനായിട്ട് ആരും ഓടിപ്പോയൊന്നും വേണ്ട. ദേ ഒരു ചെറിയ ദൃശ്യം കാണിക്കാം. കുറച്ച് കുട്ടികൾ റോഡിൽ നിന്ന് ബസ്സിൽ പോകുന്നവർക്ക് നോമ്പ് തുറക്കാനുള്ളത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കണക്കില്ലാതെ എത്രത്തോളം രൂപയാണെന്നറിയാവോ പടച്ചവന് വേണ്ടി ചിലവാക്കുന്നത്. ഇങ്ങനെ നടന്ന് ഇസ്ലാം വിരോധം പറയുന്നതിന് നിനക്ക് കിട്ടുന്നതിനേക്കാൾ ഒക്കെ താരതമ്യം ചെയ്യാൻ പോലും ഒക്കില്ല. ആകെ നക്കാപ്പിച്ച കാശിനല്ലേ ഇങ്ങനെ നടന്ന് പ്രസംഗിക്കുന്നത്. ഇതങ്ങനെയല്ല. സ്വർഗത്തിന് വേണ്ടി കോടികൾ വാരി വിതറുന്ന വിശ്വാസികളുടെ ആത്മീയ ലഹരിയുടെ ഉത്സവമാണ് രവി ഈ നോമ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് അത് അവിടെ വണ്ടി ഇടിക്കും, കൂട്ടിയിടിക്കും, എന്തോ ഒരു സാധനം എന്നൊക്കെ പറഞ്ഞ് നീ ആശ്വസിക്കുക. എന്നിട്ട് നല്ല ഇറിറ്റേഷനുള്ള സ്ഥലത്ത് ചൊറിയുക. ചൊറിയുമ്പോൾ ഒരു സുഖം കിട്ടും. അത് തൊണ്ടയായാലും നാവായാലും.